നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയിൻ റൂളിൻ്റെ പ്രോബ്ലമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എനിക്ക് ചെയ്യാൻ അതിനകത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ചെയിൻ റൂളിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് വരുമ്പോഴുള്ള പ്രോബ്ലം നമ്മൾ ഏറ്റവും 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് നിർത്തിയല്ലേ. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് അതിനകത്തും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അല്ലാതെ നിങ്ങളുടെ ആൻഡ് ബിവൻസ് ഡേവിഡ്സിൻ്റെ ടെസ്റ്റിനകത്ത് വർക്കൗട്ടായിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എപ്പോഴും ആൻഡ് ബിവൻസിൻ്റെ ഡേവിഡ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്തെ വർക്കൗട്ട് ക്വസ്റ്റ്യൻസെല്ലാം നമ്മൾ പ്രത്യേകം നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനകത്തുള്ള വർക്കൗട്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 3 ക്വസ്റ്റ്യൻ നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻസാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് W is equal to e raised to x, y, z, where x is equal to 3u plus v and y is equal to 3u minus v and z is equal to u square v. Find dou w by dou u and dou w by dou v. ഓക്കെ, ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആയതുകൊണ്ടല്ല ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു വർക്കൗട്ട് ക്വസ്റ്റൻ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ചെയ്യാണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റൻ ചെയ്യുന്നത്. ഡോ W ബൈ ഡോ യു ഫൈൻഡ് ചെയ്യണം. നമ്മൾ എപ്പോഴത്തെയും പോലെ ഡബ്ല്യുവിൻ്റെ നേരെ എന്തുണ്ടോ എന്ന് നോക്കും. യുവിൻ്റെ ഇക്വേഷൻസ് എന്ത് യു വി ഡബ്ല്യു ഒക്കെ ഉണ്ടോ എന്ന് നോക്കും. ഇല്ല, ഡബ്ല്യുവിൻ്റെ നേരെ എക്സ് വൈ ഇസെഡ് ആണ് നടക്കുന്നത്. ഇ റൈസ് ടു എക്സ് വൈ ഇസെഡ് നടക്കുന്നുണ്ടോ? അപ്പോൾ ഡബ്ല്യുവിൻ്റെ നേരെ എന്താണുള്ളത്? നമുക്ക് ഈ എക്സ് വൈ ഇസെഡ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഡബ്ല്യുവിൻ്റെ നേരെ എന്തോ വരയ്ക്കും ആദ്യം? എക്സും വൈയും ഇസെറ്റും. അടുത്ത എക്സിൻ്റെ നേരെ വേരിയബിൾ എന്തൊക്കെയുള്ള യുവും വിയും. സോ നമ്മളത് മാർക്ക് ചെയ്തു. എക്സിൻ്റെ നേരെ യുവും വിയും. വൈൻ്റെ നേരെ നമുക്ക് എന്തുണ്ട്? യു ആൻഡ് വി. ഇസെറ്റിൻ്റെ നേരെ നമുക്ക് എന്താ വന്നേക്കുന്നത്? യു ആൻഡ് വി. അത് നമ്മളങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ഫോമുലയാണ് നമ്മൾ എപ്പോഴും എഴുതി വയ്ക്കുന്നത്. ഏറ്റവും അവസാനം ബ്രാഞ്ചസ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഡോ W ബൈ ഡോ യും ഡോ W ബൈ ഡോ വിയും ഫൈൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഫോമുല ഉണ്ട്. എന്താ ഫോമുല? ഡോ W ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിൻ്റെ താഴെ എക്സിനും വൈക്കും ഇസെറ്റിനും താഴെ യു കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ വഴിയും നമ്മൾ പറയാൻ പോവാണ്. ആദ്യം എക്സിൻ്റെ താഴെ യു ഉള്ള കാര്യം പറയുമ്പോൾ ഡോ W ബൈ ഡോ എക്സ് ഇൻറ്റു എക്സിൻ്റെ നേരെ 2 വേരിയബിൾ ഒരാളാണ് യു. സോ ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡബ്ല്യുവിൻ്റെ നേരെയുള്ള 3 വേരിയബിളിൽ ഒരാളാണ് വൈ. അപ്പോൾ ആ വൈയുടെ കാര്യം പറയുമ്പോൾ ഡോ W ബൈ ഡോ വൈ ഇൻറ്റു വൈയുടെ താഴെ 2 വേരിയബിളിൽ ഒരാളാണ്. അപ്പോൾ അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ വൈ ബൈ ഡോ യു പ്ലസ് കഴിഞ്ഞില്ല ഡോ W ബൈ ഡോ ഇസെഡ് ഇൻറ്റു ഇസെൻ്റെ താഴെ 2 വേരിയബിൾ ഒരാളാണ് യു. സോ ഡോ ഇസെഡ് ബൈ ഡോ യു. അതേപോലെ ഡോ W ബൈ ഡോ വി എന്ന് പറഞ്ഞാലും ഡോ W ബൈ ഡോ എക്സ് ഇൻറ്റു എക്സിന് താഴെ യുവും വിയും ഉള്ളതിൽ വിനെ കുറിച്ച് പറയുന്ന കാരണം ഡോ എക്സ് ബൈ ഡോ വി പ്ലസ് ഡോ W ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി പ്ലസ് ഡോ W ബൈ ഡോ ഇസെഡ് ഇൻറ്റു ഡോ ഇസെഡ് ബൈ ഡോ വി. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഓരോരുത്തരായിട്ട് ഫൈൻഡ് ചെയ്യാം. നമുക്ക് ആദ്യം W ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് വൈ ഇസെഡ് എടുത്ത് എഴുതാം. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ W ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റൈസ് ടു എക്സ് തന്നെ. സോ ഇ റൈസ് ടു എക്സ് വൈ ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് വൈ ഇസെഡ് തന്നെയാണ്. തീർന്നിട്ടില്ല. എക്സ് വൈ ഇസെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 കൂടെ ഉണ്ടായിരുന്ന വൈ ഇസെഡ് ആണ് എഴുതിയത്. ഇതേപോലെ ഡോ W ബൈ ഡോ വൈ ചെയ്യുമ്പോഴും സെയിം തന്നെയാണ്. ഇ റൈസ് ടു എക്സ് വൈ ഇസെഡ് വൈ ഇസ് എക്സ് വൈ ഇസെഡിനെ വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് 1 ബാക്കി എക്സ് ഇസെഡ് കൂടെ എഴുതി. അതുപോലെ ഡോ W ബൈ ഡോ ഇസെഡ് ചെയ്യുമ്പോഴും എന്താ ചെയ്യേണ്ടത്? ഇ റൈസ് ടു എക്സ് വൈ ഇസെഡിന് ഇ റൈസ് ടു എക്സ് വൈ ഇസെഡ് എന്ന് എഴുതി. ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് 1 കൂടെ ഉണ്ടായിരുന്ന എക്സ് വൈന് അതുപോലെ എഴുതി. ഓക്കെ, അടുത്ത എക്സ് ഇസ് ഈക്വൽ ടു 3u പ്ലസ് വി. അപ്പോൾ ഡോ എക്സ് ബൈ ഡോ യു ഇസ് ഈക്വൽ ടു 3 ആണേ. അതുപോലെ ഡോ എക്സ് ബൈ ഡോ വി ഇസ് ഈക്വൽ ടു വിയുടെ ഡെറിവേറ്റീവ് 1. അതുപോലെ y ഇസ് ഈക്വൽ ടു 3u മൈനസ് വി ആണ്. സോ ഡോ y ബൈ ഡോ യു ഇസ് ഈക്വൽ ടു 3 ആൻഡ് ഡോ y ബൈ ഡോ വി ഇസ് ഈക്വൽ ടു മൈനസ് വിയുടെ ഡെറിവേറ്റീവ് -1. ഇസെഡ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ വി ആണ്. അപ്പോൾ അവിടെ നിന്നും ഡോ ഇസെഡ് ബൈ ഡോ യു ഫൈൻഡ് ചെയ്യുമ്പോൾ യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2u ഇൻറ്റു വിയും ഡോ ഇസെഡ് ബൈ ഡോ വി ഫൈൻഡ് ചെയ്യുമ്പോൾ യു സ്ക്വയർ കോൺസ്റ്റൻറ്റ് വിയുടെ ഡെറിവേറ്റീവ് 1. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡെറിവേറ്റീവ്സ് എല്ലാം ഫൈൻഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിന് ഓരോരുത്തരായിട്ട് ആ ഫോമിലേക്ക് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോമിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡോ W ബൈ ഡോ യു ഇസ് ഈക്വൽ ടു ഡോ W ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? വൈ ഇസെഡ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ ഇസെഡ് ഡോ എക്സ് ബൈ ഡോ യു. ഡോ എക്സ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ 3 പ്ലസ് ഡോ W ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇസെഡ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ ഇസെഡ് ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു എന്ന് പറഞ്ഞാലും 3 ആണ്.
പ്ലസ് ഡോ ഇസഡ് ഡബ്ല്യു ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇൻറ്റു ഇ റേസ് ടു എക്സ് വൈ ഇസഡ് ഇൻറ്റു എന്താ പറയേണ്ടത് ഡോ ഇസഡ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ 2u v. ഓക്കെ, നമുക്കെല്ലാം യുവിലും വിയിലും ഒക്കെ ആക്കണം, എക്സ് വൈ ഒന്നും നമുക്ക് വേണ്ട. അപ്പോൾ വെറുതെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിർത്തിയാൽ മാത്രം മതി. എന്ത് ചെയ്യേണ്ട, കൂടുതൽ സിംപ്ലിഫൈ നിൽക്കേണ്ട. നമുക്ക് എല്ലായിടത്തും നിന്ന് ഇ റേസ് ടു എക്സ് വൈ ഇസഡ് ആദ്യം ഒന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഇ റേസ് ടു എക്സ് വൈ ഇസഡ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 3y(z) പ്ലസ് 3x(z) അടുത്തിവിടെയാണെങ്കിലോ പ്ലസ് 2u(v)(x)y. ഓക്കെ, ആൻസർ തീർന്നു എന്ന് വിചാരിക്കരുത്. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യേണ്ട, നമുക്കിതിലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം നമുക്കൊന്ന് കൊടുത്ത് നിർത്താം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പം ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 3u പ്ലസ് വി, വൈ എന്ന് പറഞ്ഞാൽ 3u മൈനസ് വി. ഈ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം, ദറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 9u² മൈനസ് വി സ്ക്വയർ. ഇ റേസ് ടു 9u² മൈനസ് വി സ്ക്വയർ ഇൻറ്റു ഇസഡ് എന്ന് പറഞ്ഞാൽ u² വി ഇൻറ്റു വെറുതെ അങ്ങ് ബ്രാക്കറ്റിനകത്ത് 3 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് 3u മൈനസ് വി ഇൻറ്റു ഇസഡിൻ്റെ സ്ഥാനത്ത് u² വി പ്ലസ് 3 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 3u പ്ലസ് വിയും ഇസഡിൻ്റെ സ്ഥാനത്ത് എന്താ വേണ്ടത് u² വിയും. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, ഈ രണ്ട് ടേമേ ആയിട്ടുള്ളൂ. അടുത്ത് 2uv ഇൻറ്റു എക്സ് വൈ കിടപ്പുണ്ട്. സോ 2uv ഇൻറ്റു എക്സ് വൈ വരുമ്പോൾ രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ 3u പ്ലസ് വി ഇൻറ്റു 3u മൈനസ് വി എന്ന് പറഞ്ഞാൽ എഴുതി നിർത്താം. അല്ലാന്നുണ്ടെങ്കിൽ 9u² മൈനസ് v² എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ആൻസറായി. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോകുന്ന ടേമിനെയൊക്കെ ക്യാൻസൽ ചെയ്യാം. എനിക്ക് സിംപ്ലിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം എന്താ, എനിക്ക് ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഈ ഫോമിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഷോ ദാറ്റൊന്നും അല്ലല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഡബ്ല്യു ബൈ ഡോ വൈ ഇവിടെ വെച്ച് നിർത്തിയാൽ നമ്മുടെ ഫൈനൽ ആൻസർ തന്നെയാണ്. നമ്മൾ പക്ഷേ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ, അങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ പരീക്ഷ എഴുതുമ്പോൾ മാത്രമേ ഫൈനൽ ആൻസറിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കുക, അല്ലെങ്കിൽ ഷോ ദാറ്റ് പ്രൂവ് ദാറ്റ് എന്ന് പറയുമ്പോൾ. അല്ലാണ്ട് നമുക്ക് എന്താണോ പറഞ്ഞേക്കുന്നത് എല്ലാവരും ആ വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്താൽ അവിടെ നിർത്താവേ. ഇനി എന്താ അടുത്ത കുഞ്ഞുങ്ങളെ ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചിരിക്കണേ, ഡോ ഡബ്ല്യു ബൈ ഡോ വി. ഫോമുല നമ്മൾ ഓൾറെഡി എഴുതി വെച്ചേക്കല്ലേ, സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്താൽ പോരെ. തനിയെ ചെയ്ത് നോക്കണം. ഇല്ല ഇതിപ്പോൾ നിങ്ങൾ ആദ്യം വീഡിയോ കണ്ടിട്ട് ഒരിക്കൽ കൂടെ എഴുതിയെടുക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ട് തനിയെ ചെയ്ത് നോക്കുക. ഡൗട്ട് വരുമ്പോൾ മാത്രം ആ സെക്ഷൻ നോക്കുക. ഓക്കെ, അങ്ങനെ പഠിക്കുമ്പം സ്വന്തമായിട്ട് കണ്ടിരിക്കുമ്പോൾ എളുപ്പമെന്ന് തോന്നുന്ന പ്രോബ്ലംസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എക്സാമിന് അത് എത്രത്തോളം എഴുതാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോബ്ലമൊക്കെ നമുക്ക് ഷുവറായിട്ട് നമുക്ക് ഈ സെക്കൻഡ് മോഡ്യൂളിൽ നല്ലൊരു മാർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് മോഡ്യൂൾ അത്രയും സ്ട്രെസ് ചെയ്യുന്നത്. ഫസ്റ്റ് മോഡ്യൂൾ മാട്രിക്സ് നമുക്ക് ചിലപ്പം നമ്മളൊരു അശ്രദ്ധയിൽ ഒരു വാല്യൂ മാറിപ്പോവുകയാണെങ്കിൽ കുറേ മിസ്റ്റേക്ക് അതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. അപ്പോൾ ആ ടോപ്പിക്കിൽ ഏത് ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാ ടോപ്പിക്കും പഠിച്ചിട്ട് പോയാൽ നമുക്കൊരു പ്രോബ്ലം കിട്ടിയാൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 4 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഫുൾ മാർക്ക് കിട്ടിയാൽ നമുക്ക് സന്തോഷം. പകുതി മാർക്കെങ്കിലും കിട്ടിയാൽ ആലോചിച്ച് നോക്കിക്കേ, 10 ക്വസ്റ്റ്യൻ ഉണ്ട്, എസ് എ ക്വസ്റ്റ്യൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 10 ക്വസ്റ്റ്യന് 5 മാർക്ക് വെച്ച് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്താ 50 മാർക്കാവില്ലേ. 7 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനകത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 മാർക്കെങ്കിലും എടുക്കാൻ പറ്റുക. നമുക്ക് ജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഓക്കെ, ഞാൻ നമ്മുടെ ടോപ്പിക്ക് വിട്ട് പോകണ്ട. ഡോ ഡബ്ല്യു ബൈ ഡോ വി എന്തുമായിരുന്നു കുഞ്ഞുങ്ങളെ, ഫോമിൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ പോലെ കൊടുക്കാം. അപ്പോൾ വൈ ഇസഡ് ഇൻറ്റു ഇ റേസ് ടു എക്സ് വൈ ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡോ എക്സ് ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ എക്സ് ഇസഡ് ഇൻറ്റു ഇ റേസ് ടു എക്സ് വൈ ഇസഡ് ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ -1 ആണ്. പ്ലസ് അടുത്ത ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇൻറ്റു ഇ റേസ് ടു എക്സ് വൈ ഇസഡ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ u² ആണ്. അപ്പോൾ ഇവിടെ വെച്ചങ്ങ് നിർത്തരുത്. ഇവിടുന്ന് ഇ റേസ് ടു എക്സ് വൈ ഇസഡ് കോമൺ ആയിട്ട് എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അപ്പോൾ ബാക്കി ഇവിടെ എന്താ അകത്തുള്ള വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ്, എക്സ് ഇസഡിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു മൈനസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മൈനസ് എക്സ് ഇസഡ് ആണ്. പ്ലസ് u² ഇൻറ്റു എക്സ് വൈ, ഈ സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ അങ്ങ് കൊടുത്തേ. ഇ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു വൈ, 3u പ്ലസ് വിയും 3u മൈനസ് വിയും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആയതുകൊണ്ട് 9u² മൈനസ് v² ഇൻറ്റു ഇസഡ് എന്ന് പറയുന്നത് u² വി. ബ്രാക്കറ്റിനകത്ത് വൈയുടെ സ്ഥാനത്ത് 3u പ്ലസ് വി ഇൻറ്റു ഇസഡ് എന്ന് പറഞ്ഞാൽ u² വി ആണ്. മൈനസ് എക്സ് എന്ന് പറയുന്നത് അടുത്ത് വൈയുടെ സ്ഥാനത്ത് 3u മൈനസ് വി ആയിരുന്നേ. എക്സിൻ്റെ സ്ഥാനത്ത് 3u പ്ലസ് വി ഇൻറ്റു ഇസഡിൻ്റെ സ്ഥാനത്ത് u² വി പ്ലസ് u² ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 9u² മൈനസ് v². ഓക്കെ,
ആൻസർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് കാണുന്ന പോലെ അല്ല, ചെയ്യുമ്പോൾ നല്ല ഈസിയാണ്. ഈ ഫോമിൽ എഴുതാനും പഠിച്ച് ഈ ഡിഫറൻസിയേഷനും ചെയ്താൽ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 4 മാർക്ക്, ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ 4 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. പിന്നെ ഈ സബ്സ്റ്റിറ്റ്യൂഷനും ഈ ലാസ്റ്റ് ആൻസറിനാണ് ബാക്കിയുള്ള മാർക്ക് വരുന്നത്. അത് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്നും ഇല്ലെങ്കിൽ 7 മാർക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അതിനകത്ത് 5 മാർക്ക് ഈസി ആയിട്ട് കിട്ടാൻ പറ്റണം. ആ തരത്തിൽ എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലോണം നോക്കി പഠിച്ചോളുക. ഈ ക്വസ്റ്റ്യൻ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഇഫ് W is equal to f of rho where rho equal to x square plus y square, show that dou W by dou x the whole square plus dou W by dou y the whole square plus dou W by dou z the whole square is equal to 4 rho into dW by d rho. ഈ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചാലോ, ഡോയുടെ ടേംസും ഉണ്ട്, ഡി എന്ന് പറയുന്ന ടേമും ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്നത് ടോട്ടൽ ഡെറിവേറ്റീവ് ചെയിൻ റൂളിനകത്താണ്. ഇനി നമുക്ക് ഡോ W ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യണം. നമുക്ക് ഡബ്ല്യുവിൻ്റെ നേരെ നോക്കാം. ഡബ്ല്യുവിൻ്റെ നേരെ നോക്കിക്കേ, എക്സിൻ്റെ ഒരു ഇക്വേഷനേ അല്ല, എക്സ് വൈ സെറ്റിലെ ഇക്വേഷനേ അല്ല, അവിടെ ഒരു ഇക്വേഷനേ കാണാനില്ല. എഫ് ഓഫ് റോ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അതായത് W ഈസ് എ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് റോ എന്ന് തന്നേക്കണം. അതായത് റോ സ്ക്വയർ പ്ലസ് 2 റോ പ്ലസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ ആയിരിക്കും. പക്ഷെ അതെന്താണെന്ന് അവർ തന്നിട്ടില്ല, എഫ് ഓഫ് റോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കറിയില്ല എഫ് ഓഫ് റോ എന്താണെന്ന്. ഒരു ഫംഗ്ഷൻ ഓഫ് റോ, അതെന്തെങ്കിലും ഒരു ഇക്വേഷൻ ആയിരിക്കാം. എന്നിട്ട് റോ എന്താണെന്ന് പറയുന്നുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ. ദാറ്റ് മീൻസ് റോ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിനെയും വൈനെയും ഇസെഡിനെയും ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഡോ W ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? നമ്മൾ ടോട്ടൽ ഡെറിവേറ്റീവ് ചെയിൻ റൂൾ യൂസ് ചെയ്ത് ഡയറക്റ്റായിട്ട് ഡബ്ല്യുവിന് എക്സുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിലും റോ വഴി നമുക്ക് എക്സിലോട്ട് എത്താൻ പറ്റുമല്ലോ. അപ്പം അതിൻ്റെ ഫോമുല എങ്ങനെയായിരിക്കും? ഡോ W ബൈ ഡോ എക്സിൻ്റെ ഫോമുല, ഡോ W ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഫോമുല ഒന്ന് നോക്കിക്കേ. ഡബ്ല്യുവിൻ്റെ താഴെ ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ, ബ്രാഞ്ചസ് ഇല്ല, ഒരാളേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫോമുല dW ബൈ d റോ ഇൻറ്റു റോയുടെ താഴെ 3 പേരുണ്ട്, എക്സും വൈയും ഇസഡും. അതിലൊരാളാണ് എക്സ്. അപ്പം നമ്മൾ എന്ത് ഫോമുല യൂസ് ചെയ്യണേ? ഡോ റോ ബൈ ഡോ എക്സ്. ഓക്കെ, അപ്പോൾ ആ ഫോമുലായി dW ബൈ ഡി എക്സിൻ്റെ ഡോ W ബൈ ഡോ എക്സിൻ്റെ ഫോമുലായി. ഇതേപോലെ ഡോ W ബൈ ഡോ വൈ കൂടെ നമുക്കൊന്ന് എഴുതി വെച്ചാലോ. ഡോ W ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? ഇതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡബ്ല്യുവിൻ്റെ താഴെ ഒരാളേ ഉള്ളൂ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല dW ബൈ ഡി റോ. റോയുടെ താഴെ 3 പേരുണ്ട്, എക്സും വൈ യൂസിട്ട്, അതിലൊരാളാണ് വൈ. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട ഫോമുല ഡോ റോ ബൈ ഡോ വൈ. ഇതാണ് ടോട്ടൽ ഡെറിവേറ്റീവ് ചെയിൻ റൂൾ എന്ന് പറഞ്ഞ ഫോമുല. കാണാതെ പഠിച്ച് വെച്ചിട്ട് കാര്യമില്ല, ഇതുപോലെ ഫിഗർ വരച്ചിട്ട് അതിനകത്ത് നിന്ന് എഴുതിയാൽ മാത്രമേ നമുക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളേ. അടുത്തിന് ഒരാളുകൂടി ഉണ്ടല്ലോ, അതെന്താ? ഡോ W ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു ഡബ്ല്യുവിൻ്റെ താഴെ ഒരാളേ ഉള്ളൂ റോ, അതുകൊണ്ട് dW ബൈ ഡി റോ. പക്ഷേ റോയുടെ താഴെ എക്സ് വൈ ഇസഡിൽ ഒരാളാണ് ഇസഡ്, സോ ഡോ റോ ബൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യണം അവിടെ, ഡോ ഇസഡ്. ഓക്കെ, ഫോമുല ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട 3 വരെ നമ്മൾ എഴുതി വെച്ചു. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? റോ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. അപ്പോൾ അവിടുന്ന് ഡോ റോ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ 2x എന്ന് കിട്ടും. ഡോ റോ ബൈ ഡോ വൈ എന്ന് പറയുമ്പോഴേക്കും 2y എന്ന് കിട്ടും. ഡോ റോ ബൈ ഡോ ഇസഡ് എന്ന് പറയുമ്പോഴേക്കും 2z എന്ന് കിട്ടും. ഡബ്ല്യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ? W ഇസ് ഈക്വൽ ടു എന്തെന്നാണ് നടക്കുന്നത്? W ഇസ് ഈക്വൽ ടു എഫ് ഓഫ് റോ എന്നാണ് നടക്കുന്നത്. അവിടുന്ന് dW ബൈ ഡി റോ ഒക്കെ ചെയ്താൽ എഫ് ഡാഷ് എന്നാണ് വരിക, എഫ് ഡാഷ് ഓഫ് റോ. അങ്ങനെ ഇൻറ്റു ഡോ റോ ബൈ ഡോ എക്സ് അങ്ങനെ എഴുതേണ്ട കാര്യമുണ്ടോ? വേണ്ട. നമുക്ക് ആ dW ബൈ ഡി റോ അല്ലെങ്കിൽ നമ്മുടെ ഫോമുലയിൽ ലാസ്റ്റ് അങ്ങനെ വന്നേക്കാണ്. അപ്പോൾ W ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ വന്നത് കാരണം ഞാൻ അയാളൊന്നും ചെയ്യുന്നില്ല, ഞാൻ അതുപോലെ തന്നെ നിർത്തിയേക്കുകയാണ്. ഓക്കെ, അയാളൊന്നും ചെയ്യുന്നില്ല. എനിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളെ മാത്രമേ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി നമുക്കിതിൽ ഓരോരുത്തർക്കായിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഡോ W ബൈ ഡോ എക്സിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡോ W ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ റോ ബൈ ഡോ എക്സ് 2x ആണ്. അപ്പോൾ 2x ഇൻറ്റു dW ബൈ ഡി റോ. എനിക്ക് എന്താ വേണ്ടത്? ഡോ W ബൈ ഡോ എക്സ് അല്ല, ഡോ W ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയറാണ്. സോ ഇതിനെ നമുക്കൊന്ന് സ്ക്വയർ ചെയ്താൽ ഇതെങ്ങനെയായി മാറും? ഡോ W ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഡോ W ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2xൻ്റെ സ്ക്വയർ, ദറ്റ് ഈസ് 4x സ്ക്വയർ ഇൻറ്റു dW ബൈ ഡി റോ ദ ഹോൾ സ്ക്വയർ. ഇയാൾ ഞാൻ ഇക്വേഷൻ 1 എന്ന് എഴുതി. ഇനി എനിക്ക് ബാക്കി ആൾക്കാരെ ഫൈൻഡ് ചെയ്യണം അല്ലേ. അപ്പം ഡോ വൈ ബൈ ഡോ W ബൈ ഇവിടെയൊക്കെ എഴുതിയപ്പോൾ തെറ്റിപ്പോയി. ഡോ W ബൈ ഡോ എക്സും കണ്ടുപിടിച്ചതുപോലെ ഡോ W ബൈ ഡോ വൈയും ഡോ W ബൈ ഡോ ഇസഡും നമുക്ക് അടുത്ത് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ഡോ W ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യുന്നതിന് വരെ സിമിലർലി എന്ന് പറഞ്ഞ് എഴുതിയാൽ പോരെ. സിമിലർലി ഡോ W ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ എന്തായിരിക്കും? 4x സ്ക്വയർ എന്ന് കിട്ടിയതുപോലെ 4y സ്ക്വയർ ഇൻറ്റു dW ബൈ ഡി റോ ദ ഹോൾ സ്ക്വയർ ആയിരിക്കും.
അതിന് നമുക്ക് ഇക്വേഷൻ 2 എന്ന് എഴുതാം. അതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെഡ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4z² ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി റോ ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കും. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഈ 3 പേരെയും കൂടെ നമുക്ക് ആഡ് ചെയ്താൽ ഇക്വേഷൻ 1 + 2 + 3 implies എങ്ങനെയാണ് വരിക? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെഡ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ 3 ഇക്വേഷനകത്തും എന്ത് കോമൺ ആയിട്ടുണ്ട്? x² y² 4 ഡോ ഡബ്ല്യു ബൈ ഡോ റോ സ്ക്വയർ 4 y² ഡോ ഡബ്ല്യു ബൈ ഡോ റോ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് ഞാൻ അങ്ങ് കോമൺ ആയിട്ട് എടുക്കുകയാണ്. കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 4 ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ റോ ദ ഹോൾ സ്ക്വയർ കോമൺ ആയിട്ട് വന്നു. ബാക്കി ബ്രാക്കറ്റിനകത്ത് x² പ്ലസ് y² പ്ലസ് z² ആണ് ബ്രാക്കറ്റിനകത്ത് വരുന്നത് അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇതിൽ x² പ്ലസ് y² പ്ലസ് z² ആണ് ക്വസ്റ്റ്യനിൽ എന്തെന്ന് തന്നിട്ടുണ്ടായിരുന്നത്? റോ എന്ന് തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു റോ ഇൻറ്റു ഡോ അല്ല സോറി ഡി ഡബ്ല്യു ബൈ ഡി റോ ദ ഹോൾ സ്ക്വയർ. ഇവിടെ എല്ലായിടത്തും ഡി ആയിരുന്നില്ലേ? ഞാൻ ഇവിടെ ഒരു കാര്യം ഞാൻ നേരത്തെ എഴുതിയപ്പോൾ തെറ്റിച്ച് പറഞ്ഞപ്പോൾ കറക്റ്റായി പറഞ്ഞെങ്കിൽ എഴുതിയപ്പോൾ തെറ്റിപ്പോയി. എന്തായിരുന്നു? ഡബ്ല്യുവിൻ്റെ ഡി ഡബ്ല്യു ബൈ ഡി വൈ ഫൈൻഡ് ചെയ്യുമ്പോൾ ഡബ്ല്യുവിന് താഴെ ഒരേ ഒരാളേ ഉള്ളൂ റോ, അതാണ് ഡി ഡബ്ല്യു ബൈ ഡി റോ ഇൻറ്റു റോയുടെ താഴെ 3 പേരിൽ ഒരാളാണ് വൈ. സോ അത് ഡോ റോ ബൈ ഡോ വൈ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എഴുതിയപ്പോഴും ഞാൻ ഒയ്യെന്ന് എഴുതിയിരുന്നത്. ഇതേപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെഡ് ഇസ് ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ ഡി റോ ഇൻറ്റു ഡോ റോ ബൈ ഡോ ഇസെഡ്. ഓക്കെ ആണല്ലോ? അപ്പം ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമുക്ക് അടുത്ത 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. ഒരുപാട് യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്ററിനകത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സും ഡോ ഡബ്ല്യു ബൈ ഡോ വൈയും ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെഡും ഫൈൻഡ് ചെയ്യണം അല്ലേ? ക്വസ്റ്റ്യൻ നേരെ ഡബ്ല്യുവിൻ്റെ നേരെ എക്സ് വൈ ഇസെഡ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു ഇക്വേഷനായിട്ടല്ല കിടക്കുന്നത്. എഫ് ഓഫ് ബ്രാക്കറ്റിനകത്ത് കോമയൊക്കെ ഇട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇയാളെ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ ഓർത്ത് വെച്ചേക്കണേ. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്നൊക്കെ ഫൈൻഡ് ചെയ്യാൻ ചോദിക്കുമ്പം ഈ ഡബ്ല്യു എന്ന് പറഞ്ഞ മുകളിലുള്ള ആളുടെ നേരെ എഫ് ഓഫ് എന്നൊരു ഫംഗ്ഷൻ കിടക്കുകയും അതിൻ്റെ നടുക്ക് ഇങ്ങനെ കോമയൊക്കെ വരികയും ചെയ്താൽ ഇതിനകത്തുള്ള ഓരോ ഫംഗ്ഷനും നമ്മൾ ഓരോ പേര് കൊടുക്കും. ഇപ്പം ഞാൻ ആദ്യത്തെ ആൾക്ക് എൽ എന്ന് കൊടുത്തു എന്ന് വെച്ചോളൂ. എൽ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ. രണ്ടാമത്തെ ആൾക്ക് എം എന്ന് കൊടുത്തു. എം ഇസ് ഈക്വൽ ടു വൈ മൈനസ് ഇസെഡ്. ആൻഡ് മൂന്നാമത്തെ ആൾക്ക് എൻ ഇസ് ഈക്വൽ ടു ഇസെഡ് മൈനസ് എക്സ് എന്ന് കൊടുത്തു എന്ന് വെച്ചോളൂ. അപ്പം നിങ്ങളുടെ ഫംഗ്ഷൻ എങ്ങനെയായി മാറും? ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എൽ കോമ എം കോമ എൻ എന്നാവും. ഓക്കെ, അതായത് പടം വരച്ച് നോക്കുവാണെങ്കിൽ ഡബ്ല്യുവിൻ്റെ നേരെ എല്ലും എമ്മും എന്നും വരണം. ഇങ്ങനെ എഴുതിയിരിക്കുന്ന അനുസരിച്ച് എഫ് ഓഫ് എൽ കോമ എം കോമ എൻ എന്ന് പറയുമ്പോൾ ഡബ്ല്യുവിൻ്റെ നേരെ എൽ എം എൻ വന്നു. എല്ലിൻ്റെ നേരെ എന്തൊക്കെയാണ് ഉള്ളത്? എല്ലിൻ്റെ നേരെ എക്സും വൈയും. എമ്മിൻ്റെ നേരെ എന്തൊക്കെയാണ് ഉള്ളത്? വൈയും ഇസെഡും. എന്നിൻ്റെ നേരെ എന്തൊക്കെയാണ് ഉള്ളത്? ഇസെഡും എക്സും. അതായത് എക്സും ഇസെഡും മാത്രം. ഇങ്ങനെയാണ് നിങ്ങളുടെ ടേബിൾ വന്നിരിക്കുന്നത്, നിങ്ങളുടെ ആ ഫിഗർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സും ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഒക്കെ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, പക്ഷേ നമുക്ക് ഡബ്ല്യുവിന് ഒരിക്കലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡോ ഡബ്ല്യു ബൈ ഡോ എൽ, കാരണം ഫംഗ്ഷൻ നിന്നപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തോ ഇല്ല. അപ്പോൾ അതേപോലെ ഇവിടെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? ഡബ്ല്യുവിന് അങ്ങനെ തന്നെ ഇട്ടേക്കാം. നമുക്ക് എല്ലിനെ എമ്മിനെ എന്നിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെക്കാം. ഡോ എൽ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അതുപോലെ ഡോ എൽ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് വൈൻ്റെ ഡെറിവേറ്റീവ് -1. അതുപോലെ ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് 1 ആണ്. ഡോ എം ബൈ ഡോ ഇസെഡ് എന്ന് പറഞ്ഞാൽ ഇസെഡിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് -1 ആണ്. എന്തുകൊണ്ടാണ്? വൈയുടെ ഡെറിവേറ്റീവ് 0 മൈനസ് ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് -1. ഇതേപോലെ ഡോ എൻ ബൈ ഡോ ഇസെഡ് ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ ഇസെഡ് ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ ഇസെഡ് ഇസ് ഈക്വൽ ടു ഇസെഡിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 0. അതുപോലെ ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് 0യും മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1ഉം. ഓക്കെ, നമ്മളത് വെറുതെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചു. കാരണം നിങ്ങൾക്കിപ്പോൾ കുറേ പ്രോബ്ലം ആയപ്പോൾ അറിയാമല്ലോ, നമുക്ക് ഈ ഇക്വേഷനൊക്കെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് ആദ്യം എഴുതി വെച്ചത്. ഇത് നമുക്ക് ഫോമുല എഴുതാം. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സിൻ്റെ ഫോമുല എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളെ. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുമ്പം എങ്ങനെയാണ്? ഡബ്ല്യുവിൻ്റെ നേരെ എല്ലിൻ്റെ താഴെ എക്സ് ഉണ്ട്, അതുപോലെ ഡബ്ല്യുവിൻ്റെ നേരെ എന്നിൻ്റെ താഴെയും എക്സ് ഉണ്ട്. അപ്പോൾ ഈ 2 ഫോമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡോ ഡബ്ല്യു ബൈ ഡോ എൽ ഇൻറ്റു എല്ലിൻ്റെ താഴെ എക്സ്, അതാണ് ഡോ എൽ ബൈ ഡോ എക്സ്.
അടുത്ത ഡോ ഡബ്ല്യു ബൈ ഡോ എം പറയണോ? വേണ്ട, കാരണം എമ്മിൻ്റെ താഴെ എക്സ് ഇല്ലാത്തതുകൊണ്ട് ആ ടേം പറഞ്ഞില്ല. പക്ഷേ എന്നിൻ്റെ താഴെ എക്സ് ഉണ്ട്, അപ്പോൾ അതാണ് പറയുന്നത് ഡോ ഡബ്ല്യു ബൈ ഡോ എൻ ഇൻറ്റു എന്നിൻ്റെ താഴെ എക്സ് ഉള്ളത് കൊണ്ട് ഡോ എൻ ബൈ ഡോ എക്സ്. നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ കൊടുത്തിട്ട് അടുത്ത ഫോമുലേറ്റ് എഴുതാം. ഡോ ഡബ്ല്യു ബൈ ഡോ എല്ലിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ അതുപോലെ തന്നെ എഴുതി. ഡോ എൽ ബൈ ഡോ എക്സ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, 1 എന്ന് അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എൻ ഞാൻ അതുപോലെ തന്നെ എഴുതി. ഡോ എൻ ബൈ ഡോ എക്സ് നോക്കിക്കേ, ഡോ എൻ ബൈ ഡോ എക്സ് എന്താണ്? -1 എഴുതി. ഇയാളെ ഞാൻ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. അടുത്ത ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എഴുതുമ്പോൾ ആദ്യം ഫോമുല എഴുതാവോ? വൈ ഇതേ രണ്ടിടത്താണ് ഉള്ളത്, എല്ലിൻ്റെ എമ്മിൻ്റെയും താഴെ. അപ്പോൾ ഫോമുല എങ്ങനെ വരും? ഡോ ഡബ്ല്യു ബൈ ഡോ എൽ ഇൻറ്റു ഡോ എൽ ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ എം ഇൻറ്റു ഡോ എം ബൈ ഡോ വൈ. നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡോ എൽ ബൈ ഡോ വൈ എന്താ കിട്ടിയിരിക്കുന്നത്? ഡോ എൽ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ -1 അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡോ ഡബ്ല്യു ബൈ ഡോ എൽ ഇൻറ്റു -1 പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ എം ഇൻറ്റു ഡോ എം ബൈ ഡോ വൈ എന്ന് പറയുന്നത് 1. ദറ്റ് ഈസ് ഇക്വേഷൻ 2. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു ഫോമുല എഴുതി നോക്കാം. ഇസഡ് നോക്കിക്കേ, ഇവിടെ രണ്ടിടത്തും ഇസഡ് ഉള്ള, ഇത് എമ്മിനും എന്നിനും താഴെയുണ്ട്. എല്ലിനും അപ്പോൾ അവിടെ പറയണ്ട, എമ്മും എന്നും പറഞ്ഞാൽ മതി. ഡോ ഡബ്ല്യു ബൈ ഡോ എം ആരുടെയൊക്കെ താഴെയാണോ ഉള്ള ആ വഴി മാത്രമല്ലേ പറയുള്ളൂ. അപ്പോൾ അത് ഡോ ഡബ്ല്യു ബൈ ഡോ എം ഇൻറ്റു എമ്മിൻ്റെ താഴെ ഇസഡ് ഉള്ളതുകൊണ്ട് ഡോ എം ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ എൻ ഇൻറ്റു എന്നിൻ്റെ താഴെ ഇസഡ് ഉള്ളതുകൊണ്ട് ഡോ എൻ ബൈ ഡോ ഇസഡ്. ഡോ എം ബൈ ഡോ ഇസഡും ഡോ എൻ ബൈ ഡോ ഇസഡും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോ ഡബ്ല്യു ബൈ ഡോ എം ഇൻറ്റു നോക്കിക്കേ ഡോ എം ബൈ ഡോ ഇസഡ്, ഇവിടെ നോക്കിക്കേ ഡോ എം ബൈ ഡോ ഇസഡ് എന്താ? -1 പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ എൻ ഇൻറ്റു ഡോ എൻ ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇയാളെ ഞാൻ ഇക്വേഷൻ 3 എന്ന് വിളിച്ചു. ഈ 3 വരെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 വേണ്ട. സോ ഇക്വേഷൻ 1 + 2 + 3 ഇംപ്ലൈസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു 0. ആ 0 എങ്ങനെ എഴുതിയെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക്. ഡോ ഡബ്ല്യു ബൈ ഡോ എൽ ഇവിടെ ഉണ്ട്. ഈ 3 ഇക്വേഷനല്ല ആഡ് ചെയ്യണേ. അതിൻ്റെ RHS പാർട്ടി വരുന്ന ഡോ ഡബ്ല്യു ബൈ ഡോ എൽ ഇത് എടുത്തു. ഇതേപോലെ മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോ എൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും അങ്ങ് ക്യാൻസലായി പോകും. അടുത്ത ഡോ ഡബ്ല്യു ബൈ ഡോ എൽ നെഗറ്റീവ് സൈനോട് കൂടി ഇവിടെ കിടപ്പുണ്ട്. ഇതേപോലെ എൻ വരുന്നത് ഇവിടെ ഉണ്ട്, അവിടെ പ്ലസ് സൈനാണ് കിടക്കണം. സോ അത് രണ്ടും അങ്ങ് ക്യാൻസലായി പോയി. പിന്നെ ബാക്കിയുള്ള ഈ 2 പേരുമാണ്. ഇതിലൊരാൾക്ക് പ്ലസും ഒരാൾക്ക് മൈനസും. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 0 ആയിപ്പോയി. എടുത്തെഴുതി എല്ലാം കൂടെ ഇങ്ങനെ നിരത്തി എഴുതിയിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഈക്വൽ 0 നേടണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതിങ്ങനെ നോക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇത് 7 മാർക്കിന് ചോദിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ തെറ്റിക്കുന്നത് എന്താണെന്ന് പറയട്ടെ. W = f(l), M, N ഇതിനെ ഇവർ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സമയം കളയും. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് കുട്ടികൾ എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആക്കണേ. അപ്പം അതുപോലെ ശ്രദ്ധിച്ചാൽ മതി. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ രണ്ടിടത്തേ ഉള്ളൂ, വൈ രണ്ടിടത്തേ ഉള്ളൂ, ഇസഡ് രണ്ടിടത്തേ ഉള്ളൂ. അപ്പോൾ ഫോമുല എഴുതുമ്പോഴൊക്കെ അതൊന്ന് ശ്രദ്ധിച്ച് എഴുതേണ്ടി വരും. അപ്പം ഇത് ഒരുപാട് നമ്മുടെ എക്സാമിന് ചോദിച്ച essay ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് നോക്കിക്കുക എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് പ്രത്യേകം എഴുതി നോക്കണം സ്വന്തമായിട്ട്. ഇതേപോലെ എക്സാമിന് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യനാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ഇതൊരു 1-2 പ്രാവശ്യത്തെ നിങ്ങളുടെ K2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങാനും ഇത് കാണത്തുള്ളൂ. പക്ഷേ അത് നമ്പർ ഓഫ് ടൈംസ് കൂടുതലാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ പ്ലസ് ഇസഡ് ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് = 0 എന്ന് പ്രൂവ് ചെയ്യണം. W എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ W എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സിലും വൈയിലും ഇസഡിലൊക്കെ തന്നെയാണ്. പക്ഷേ പ്രശ്നം അവിടെ ഒരു ഇക്വേഷനായിട്ടല്ല, കോമയായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കോമയായിട്ട് പ്രോബ്ലം തന്നെ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതിന് ഓരോരുത്തരെയും നമുക്ക് എന്തെങ്കിലും പേര് വിളിക്കാം. L എന്നോ M എന്നോ N എന്നോ P എന്നോ Q എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചോളൂ. ഈ വേരിയബിൾ ഇവിടെ ഉള്ള വേരിയബിൾ അല്ലാതെ വേറെ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. L = x/y, M = y/z ആൻഡ് N = z/x എന്ന് എഴുതി. പിന്നെ ഇതുപോലെ കോമയായിട്ട് എന്ത് ക്വസ്റ്റ്യൻ തന്നാലും അറിയാമല്ലോ, നമ്മളതിന് ഓരോ പേര് വിളിക്കും. അപ്പോൾ ഇപ്പം എങ്ങനെയായി? W എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് L M N ആയി. L എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ മാത്രം, M എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് വൈ ആൻഡ് ഇസഡ് മാത്രം, N എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഇസഡ് ആൻഡ് എക്സ്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത് അതേപോലെ ഫോമുല വരത്തുള്ളൂ, ഒരു വ്യത്യാസമില്ല. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ഡോ എൽ ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്തു അല്ലേ. ഡോ എൽ ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്തപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1
ബാക്കി ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ് 1/y. അതുപോലെ ഡോ എൽ ബൈ ഡോ വൈ ഫൈൻഡ് ചെയ്യുമ്പം എക്സ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. 1/yയുടെ ഡെറിവേറ്റീവ് -1/y². ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോ? നമുക്കറിയാം dx ഓഫ് 1/x എന്ന് പറഞ്ഞാൽ -1/x² ആണെന്നറിയാം. അപ്പോൾ അതേപോലെ എന്തുവാണ് ഡോ എൽ ബൈ ഡോ വൈ എന്ന് പറയുന്നത് -x/y² എന്ന് വന്നു. അതേപോലെ നോക്കിക്കേ, ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ വൈൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, ഇസഡിന് അതുപോലെ തന്നെ എഴുതി. അടുത്ത ഡോ എം ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ y കോൺസ്റ്റൻ്റ് ആണ്. 1/zൻ്റെ ഡെറിവേറ്റീവ് -1/z². ഇനി അടുത്ത് ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഡിനോമിനേറ്ററിലാണ് ഉള്ളത്. സോ -z/x². ഡോ എൻ ബൈ ഡോ ഇസഡ് ചെയ്യുമ്പം ഇസഡ് ന്യൂമറേറ്ററിലാണ് ഉള്ളത്. സോ 1/x. ഫോമുല ഈ എലമെൻറ്റ് കൊടുത്ത ആളെ ഞാൻ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ച് വെറുതെ. നമ്മുടെ ഡബ്ല്യു ഇപ്പോൾ എങ്ങനെയുള്ള w=f ഓഫ് L, M, N എന്നുള്ള ഫോമുല ഉള്ളത് അല്ലേ? പക്ഷെ നമുക്ക് അയാളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്ക് ആദ്യത്തെ ഫോമുല എഴുതി നോക്കാം. ഡോ w ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഫോമുല എങ്ങനെയാണ് വരിക? എക്സ് ഇതേ രണ്ടിടത്താണ് ഉള്ളത്, എല്ലിൻ്റെയും എന്നിൻ്റെയും താഴെ. അപ്പോൾ ഫോമുല ഡോ w ബൈ ഡോ എൽ ഇൻറ്റു ഡോ എൽ ബൈ ഡോ എക്സ് പ്ലസ് ഡോ w ബൈ ഇനി ആരുടെ താഴെയുള്ള എന്നിൻ്റെ താഴെ. സോ ഡോ w ബൈ ഡോ എൻ ഇൻറ്റു ഡോ എൻ ബൈ ഡോ എക്സ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡോ എൽ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ 1/y ആണ്. അപ്പോൾ ഡോ w ബൈ ഡോ എൽ ഇൻറ്റു 1/y പ്ലസ് ഡോ w ബൈ ഡോ എൻ ഇൻറ്റു ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ -z/x² ആണ്. ഇവിടെ തീർന്നില്ല കേട്ടോ. ഈ ഡോ w ബൈ ഡോ എക്സ് തനിച്ചല്ല ഉള്ള, അതിൻ്റെ കൂടെ ഒരു എക്സ് കിടപ്പുണ്ട്. സോ നമുക്ക് ഈ ഇക്വേഷനിൽ എക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈയിങ് ബൈ എക്സ്, രണ്ട് സൈഡിൽ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് ഇൻറ്റു ഡോ w ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഇതെങ്ങനെ വരും? x/y ഇൻറ്റു ഡോ w ബൈ ഡോ എൽ പ്ലസ് ഇവിടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു എക്സ് ഇവിടുത്തെ ക്യാൻസലായി പോകും. ബാക്കി പ്ലസ് അല്ല മൈനസ് സൈൻ ആവുന്നത്. കാരണം കണ്ടു ഇവിടെ ഒരു മൈനസ് കിടക്കണേ. -z/x ഇൻറ്റു ഡോ w ബൈ ഡോ എൻ. സിമിലർലി എന്ന് പറഞ്ഞ് ഇവിടെ എഴുതാൻ പറ്റത്തില്ലേ, എങ്ങനെയേ പറ്റത്തുള്ളൂ? ഇതേപോലെ കണ്ടുപിടിച്ചാലേ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഡോ w ബൈ ഡോ വൈ ഫൈൻഡ് ചെയ്യാം. ഫോമുല എങ്ങനെയാണ് വരുന്നത്? വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ചെയ്യുമ്പം എല്ലിൻ്റെയും എമ്മിൻ്റെയും താഴെ വൈ ഉണ്ട്. അപ്പോൾ ഫോമുല എങ്ങനെ വരും? ഡോ w ബൈ ഡോ എൽ ഇൻറ്റു ഡോ എൽ ബൈ ഡോ വൈ പ്ലസ് അടുത്തെങ്ങനെയാണ് ഡോ w ബൈ ഡോ എം ഇൻറ്റു ഡോ എം ബൈ ഡോ വൈ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നോക്കിയാൽ ഡോ എൽ ബൈ ഡോ വൈയും ഡോ എം ബൈ ഡോ വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡോ w ബൈ ഡോ എൽ ഇൻറ്റു ഡോ എൽ ബൈ ഡോ വൈ -x/y² പ്ലസ് ഡോ w ബൈ ഡോ എം ഇൻറ്റു ഡോ എം ബൈ ഡോ വൈ എന്താ കുഞ്ഞുങ്ങളെ ഇതേ കിടക്കുന്നത്? 1/z. അത് ഞാനവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല. നമ്മുടെ ഈ ടേം ഡോ w ബൈ ഡോ വൈയുടെ കൂടെ ആരെയാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്? y മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. സോ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ y. രണ്ട് സൈഡിലും നമ്മൾ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ ഇക്വേഷൻ എങ്ങനെയായി മാറും? y ഇൻറ്റു ഡോ w ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു നോക്കിക്കേ, ഈ ടേമിൻ്റെ കൂടെ y മൾട്ടിപ്ലൈ ചെയ്യുമ്പം y ഇൻറ്റു -x/y². y കട്ടായി പോയിട്ട് ബാക്കി -x/y ഇൻറ്റു ഡോ w ബൈ ഡോ എൽ എന്ന് വരും. പ്ലസ് അടുത്ത ഈ ഇക്വേഷൻ്റെ കൂടെ y മൾട്ടിപ്ലൈ ചെയ്യുമ്പം y/z ഇൻറ്റു ഡോ w ബൈ ഡോ എം എന്ന് വന്നു. സോ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഓക്കെ, അടുത്തെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഡോ w ബൈ ഡോ z ഫൈൻഡ് ചെയ്യുക. സോ ഡോ w ബൈ ഡോ z ഇസ് ഈക്വൽ ടു z ഇതേ രണ്ടിടത്താവുള്ള എമ്മിൻ്റെയും എന്നിൻ്റെയും താഴെ. അപ്പോൾ ഫോമുല എങ്ങനെയാണ് വരിക? ഡോ w ബൈ ഡോ എം ഇൻറ്റു ഡോ എം ബൈ ഡോ z പ്ലസ് ഡോ w ബൈ ഡോ എൻ ഇൻറ്റു എന്നിൻ്റെ താഴെ രണ്ട് പേരിൽ ഒരാളാണ് z. സോ ഡോ എൻ ബൈ ഡോ z. ഡോ എം ബൈ ഡോ ഇസറ്റും ഡോ എൻ ബൈ ഡോ ഇസറ്റും നമ്മളിവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡോ w ബൈ ഡോ എം ഇൻറ്റു ഡോ എം ബൈ ഡോ ഇസറ്റ് എന്താ വന്നിരിക്കുന്നത്? -y/z² പ്ലസ് ഡോ w ബൈ ഡോ എൻ ഇൻറ്റു ഡോ എൻ ബൈ ഡോ ഇസറ്റ് എന്ന് പറഞ്ഞാൽ 1/x. കഴിഞ്ഞില്ല കേട്ടോ ഇവിടുത്തെ കഥ. ഇവിടെ എന്താ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഡോ w ബൈ ഡോ ഇസറ്റിൻ്റെ കൂടെ ഇസഡ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൾട്ടിപ്ലൈയിങ് ബൈ ഇസഡ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായി മാറും? ഇസഡ് ഇൻറ്റു ഡോ w ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേമിൻ്റെ ഇസഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലെ ഇസഡുമായിട്ട് ക്യാൻസലായി പോയിട്ട് ബാക്കി -y/z ഇൻറ്റു ഡോ w ബൈ ഡോ എം പ്ലസ്
അടുത്ത് രണ്ടാമത്തെ ടേമിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ഉണ്ട്? ഇസഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അത് ഇസഡ് ബൈ എക്സ് ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എൻ ഇക്വേഷൻ 3. നമുക്ക് ഈ 3 വരെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 വരുന്നത്. 0 വരുന്നതെന്നുള്ളത് നമുക്കങ്ങ് നോക്കിയാൽ പോരെ. ഇക്വേഷൻ 1 + 2 + 3 ഇംപ്ലൈസ് ഡോ എക്സ് ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ പ്ലസ് ഇസഡ് ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു നമുക്ക് 0 ആവുമോ നോക്കാം. ഇവിടുത്തെ ആദ്യത്തെ ടേം എക്സ് ബൈ വൈ ഡോ ഡബ്ല്യു ബൈ ഡോ എൻ. ഇതേപോലത്തെ ടേം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിക്കേ. ഇതിനകത്ത് എക്സ് ബൈ വൈ വരുന്ന വേറെ ഏത് ടേം ഉണ്ടോ നോക്കിക്കേ. ഇക്വേഷൻ 2ൽ എക്സ് ബൈ വൈ ഡോ ഡബ്ല്യു ബൈ ഡോ എൽ അവിടുത്തെ ആദ്യത്തെ ടേമേ എന്തുവാണ്? എക്സ് ബൈ വൈ ഇൻറ്റു മൈനസ് എക്സ് ബൈ വൈ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എൽ എന്ന ടേം കിടക്കുന്നത്. അതായത് നമ്മുടെ ഈ ടേമും അതേപോലെ മൈനസ് എക്സ് ബൈ വൈ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എൽ എന്നുള്ള ഈ ടേമും കൂടെ ക്യാൻസലായി പോകും. ഓക്കെ ആണല്ലോ. അടുത്ത ടേം മൈനസ് ഇസഡ് ബൈ എക്സ് ഡോ ഡബ്ല്യു ബൈ ഡോ എൻ. അതുപോലെ മൈനസ് ഇസഡ് ബൈ എക്സ് ഉള്ള ടേം ഇക്വേഷൻ 2ലുണ്ടോ? ഇല്ല. ഇക്വേഷൻ 3ലുണ്ടോ? ഉണ്ട്. പ്ലസ് ഇസഡ് ബൈ എക്സ്. അപ്പോൾ ഇത് രണ്ടും അങ്ങ് ക്യാൻസലായി പോകും. അടുത്ത് നോക്കിക്കേ, ഇവിടെ ഒരു വൈ ബൈ ഇസഡ് ഡോ ഡബ്ല്യു ബൈ ഡോ എമ്മും മൈനസ് വൈ ബൈ ഇസഡ് ഡോ ഡബ്ല്യു ബൈ ഡോ എമ്മും, ഒന്ന് പ്ലസ് ഒന്ന് മൈനസ്, അതെല്ലാം അങ്ങ് ക്യാൻസലായി പോകും. സോ ഇതിൻ്റെ ആൻസർ എന്ത് തന്നെ കിട്ടും? ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചെന്ന് പറഞ്ഞ് തന്നത്. കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുമെന്ന് തോന്നുമെങ്കിലും ചെയ്യാൻ നല്ല ഈസിയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഈ പ്രോബ്ലം എല്ലാം സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് തന്നെ എക്സാമിന് പോവുക. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാക്സിമ മിനിമ, അബ്സല്യൂട്ട് മാക്സിമ മിനിമയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ മാക്സിമ മിനിമയുടെ പോർഷനാണ്. ഓക്കെ.